ശരിക്കാ നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. കാണുമ്പോ തന്നെ ഇടങ്ങേറ്. ഇപ്പൊ നമ്മളെ ഗതാഗത മന്ത്രി ആൾക്കാരൊന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്ന നമ്മളെ പോലത്തെ ആൾക്കാരോടൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളെ നാട്ടില് കൊയിലാണ്ടി എടവണ്ണ ദേശീയപാതയില് മുക്കത്ത് മാടാമ്പുറം എന്ന് പറഞ്ഞൊരു വളവുണ്ട്. ആ വളവില് 400 അപകടം ഒരു കൊല്ലത്തിന്റെ ഇടക്കാത് 25 ആള് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സെക്കൻഡ് കൊണ്ട് അതിൽ ഇടപെട്ട് ഒരു മന്ത്രി ആവുകയാണെങ്കിൽ ഇങ്ങനെ വേണം. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ കുട്ടികൾ രാവിലെ സ്കൂളിലേക്കാണ് പോവുക, തിരിച്ചു വരുന്നില്ല. ഇന്ന് ചാനൽ തുറക്കാൻ വയ്യ. ഈ രാവിലെ ഒരു TV നോക്ക്, അവിടെ അപകടം ഇവിടെ അപകടം. ഇപ്പൊ റോഡ് അത്യാവശ്യം നന്നാവുന്നുണ്ട്. ഇപ്പൊ സീബ്ര ലൈന് ആൾക്കാർക്ക് ഇത് അറിയില്ല, ഈ വരും കുറി എന്തിനാന്നുള്ളത്. അത് നമ്മൾക്ക് ആദ്യം തന്നെ ഡ്രൈവർമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക. ഡ്രൈവിംഗ് ടെസ്റ്റിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരിക. UAE പോലത്തെ ഇവിടുന്ന് നമ്മൾ ലൈസൻസ് ഇട്ടുകൊണ്ട് നമുക്കിത് മനസ്സിലാവും, നാട്ടിലുള്ളവർക്ക് ഇത് മനസ്സിലാവണില്ല. ഈ ടെസ്റ്റൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കുക, ഇവർക്ക് ഇത് എന്താന്നുള്ളത് ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഇല്ലാതെ നിങ്ങൾ ഡ്രൈവർമാരെ ഒന്ന് നിങ്ങൾ കള്ളു കുടിച്ചിട്ടോ ഡ്രൈവിംഗ് അറിയാതെ നിങ്ങൾ വണ്ടി ഓട്ടാതിരിക്കുക. ഇപ്പൊ ലാസ്റ്റ് നടന്ന 4 കുട്ടികളെ മരണം, പത്തനംതിട്ടയില് ആ ഒരു നവദമ്പതികളുടെ മരണം തുടങ്ങി ഒരുപാട് ആൾക്കാരെ അല്ലെ. ഇപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് ഡ്രൈവിംഗ് ചെയ്യുക. നമ്മളെ മന്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇതിനൊക്കെ ഒന്ന് മുൻകൈ എടുക്കുന്നുണ്ടല്ലോ. ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊന്ന് കരുതി ഡ്രൈവ് ചെയ്യാട്ടോ.